പാഠം 926 ഒരു കലികാല കഥ. ഇത്ര നേരത്തെ റെഡി? എനിക്ക് ഇന്ന് 30 മിനിറ്റ് നേരത്തെ ആഫീസിലെത്തണമെന്ന് ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞതാണ്. കളക്ടറേറ്റിലേക്ക് അത്യാവശ്യമായി എത്തിക്കേണ്ട ഒരു റിപ്പോർട്ട് ഇന്ന് തന്നെ എഴുതി തീർക്കണം. അപ്പൊ അതായിരുന്നല്ലേ ഇന്ന് നേരത്തെ ഭക്ഷണം കഴിച്ചത്? ശരി, നടക്കട്ടെ. എന്റെ ഭാഗത്തുനിന്ന് ഒരു താമസം ഉണ്ടാവില്ല. ഊണ് റെഡിയാണ്. 2 മിനിറ്റ് കൊണ്ട് ഞാൻ ചോറ്റുപത്രത്തിലാക്കി തരും. തഹസിൽദാർ രാവിലെ 8 മണിക്ക് വിളിച്ച് വിവരങ്ങൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞതാണ്. ഇതുവരെ വിളിച്ചില്ല. തഹസിൽദാർ വിളിക്കാതെ റിപ്പോർട്ട് എഴുതാനും പറ്റില്ലല്ലോ. വന്ന് തഹസിൽദാർക്കും കൃത്യനിഷ്ഠില്ലാതായോ മോഹനേട്ടാ? മോഹനേട്ടന് മേലധികാരിയായിട്ട് ഇത്രയും കാലം ഇരുന്നിട്ടും തഹസിൽദാർക്ക് മോഹനേട്ടൻ സ്വഭാവം കിട്ടാണ്ടിരുന്ന എന്താ മോഹനേട്ടാ? അത് വേറെ എന്തിരക്കൊന്നുണ്ടാവും. ഇല്ലെങ്കിൽ തഹസിൽദാർ പറഞ്ഞ സമയത്ത് വിളിക്കുന്ന ആളാ. സ്വന്തം ഒരു കാര്യം പറഞ്ഞിട്ട് ഞാനൊരു 5 മിനിറ്റ് വൈകിട്ടുണ്ടെങ്കിൽ എന്നെ കൊന്നു കൊല വിളിക്കുമല്ലോ മോനട്ടൻ. ഇപ്പൊ തഹസിൽദാർ സമയനിഷ്ഠ പാലിക്കാത്തതിൽ ഒരു പ്രയാസവും ഇല്ല. അല്ല, പ്രയാസം ഉണ്ടായിട്ട് എന്താ കാര്യം? വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളോട് മെക്കിട്ട് കയറുന്ന പോലെ മേലധികാരോട് മെക്കിട്ട് കയറിയിട്ടുണ്ടെങ്കിൽ വിവരം അറിയുമല്ലോ, അല്ലേ മോനട്ടാ? കൂടുതൽ വർത്തമാനം പറയാതെ പോയി ചോദ്യോത്തരം എനിക്ക് പോകാൻ നേരമായി. ആയിക്കോട്ടെ, ഇനി ചോറ്റുപാത്രം എടുക്കാൻ 1 മിനിറ്റ് വൈകിട്ടുണ്ടെങ്കിൽ എന്റെ അടുത്ത് തീരുമാനമാവുമല്ലോ. അടുത്ത ജന്മത്തിലെങ്കിലും മോഹനേട്ടന്റെ മേലധികാരിയായിട്ട് ജനിക്കാനുള്ള ഒരവസരം എനിക്ക് തരണേ പ്ലീസ്. എന്നിട്ട് വേണം വിലപ്സര മൂക്കോണ്ട് ഇക്ഷാവനിപ്പിക്കാൻ. എന്റെ മേലധികാരി എന്നല്ല, ഇന്ത്യൻ പ്രസിഡന്റ് ആയ പോലും നിന്റെ ഒരു അഭ്യാസവും കെ മോഹനേട്ടൻ നടക്കില്ല. വേണമെന്ന് വെച്ചാൽ നടക്കും മോഹനേട്ടാ. പക്ഷെ ഞാനൊക്കെ ഇങ്ങനെ ക്ഷമിക്കുന്നു, അതുകൊണ്ടൊന്നും നടക്കുന്നില്ല. ക്ഷമിക്കണ്ട. എന്താ ഞാൻ പറഞ്ഞത്? പല പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ അടുത്ത് തർക്കിക്കാൻ വരരുത്. നീ ചോദിക്കുന്നുണ്ടോ? അല്ലേ ഉണ്ടെങ്കിൽ തഹസിൽദാർ വിളിക്കാത്ത ഒന്നങ്ങോട്ട് വിളിച്ചു നോക്കിയാലോ? ഈ ഫോൺ എന്ത് പറ്റി? അപ്പൊ തഹസിൽദാരെ വിളിച്ചിട്ട് കിട്ടാതിരുന്നാവും. ഇനിയിപ്പോ എന്താ ചെയ്യുക? എന്താണ് ഈ ഫോൺ കേടാണെന്ന് നീ പറയുന്നത്? എന്താ ഫോൺ കേടാണോ? എന്തുപറ്റി? ശരിയാട്ടോ, ഡയൽ ടോൺ ഇല്ല. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഫോൺ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധ വേണമെന്ന്. നിന്റെ ഒറ്റയാളുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ടാണ് ഇതിപ്പോ കേടായിരിക്കുന്നത്. നീ ഒന്നും ചെയ്യില്ല, പിന്നെ ഇതെങ്ങനെ കേടായത്? ഇത് ഒരു ഫോണാണ്. ഫോൺ ആവുമ്പോ ചിലപ്പോ കേടായിരിക്കും. അതിന് എന്റെ മെക്കിട്ട് കയറിട്ട് കാര്യമില്ല. 8 മണി മുതൽ തഹസിൽദാർ വിളിച്ചോണ്ടിരിക്കുകയായിരിക്കും. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യുക? ഇതുകൊണ്ടാണ് മോഹനേട്ടാ ഞാൻ പറയുന്നത്, ഒരു മൊബൈൽ ഫോൺ വാങ്ങും മോഹനേട്ടാ, ഒരു മൊബൈൽ ഫോൺ വാങ്ങും മോഹനേട്ടാന്ന്. ഒരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ അതിൽ നിന്നൊന്നും വിളിച്ചുകൂടായിരുന്നു. എന്താണ് എന്നെ നോക്കി പഠിപ്പിക്കണേ? ഞാൻ പറഞ്ഞെന്താ ശരിയല്ലേ? അപ്പോ എന്നെ കൊണ്ട് മൊബൈൽ ഫോൺ വാങ്ങിപ്പിക്കാനായി നീ ഈ ഫോൺ മനഃപൂർവ്വം കേടാക്കിയതാണല്ലേ? എന്റെ വായിലിരിക്കുന്ന കേക്കണ്ടെന്നുണ്ടെങ്കിൽ മിണ്ടായിരുന്നു. മോഹനേട്ടൻ മൊബൈൽ വാങ്ങിയില്ലല്ലോ, എനിക്കെന്താ? മോഹനേട്ടൻ ആവശ്യമുള്ള മൊബൈൽ വാങ്ങാ, ഇല്ലെങ്കിൽ വേണ്ട. നീ എന്തൊക്കെ പറഞ്ഞാലും മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് അപകടം പിടിച്ചൊരു സാധനം തന്നെയാണ്. അത് വാങ്ങാൻ കെ മോഹനേട്ടൻ കിട്ടുന്ന പ്രതീക്ഷിക്കുക വേണ്ട. കാലം മാറുന്നതിനനുസരിച്ച് മാറുന്നതിനെയാണ് നമ്മൾ വിവേകം എന്ന് വിളിക്കാറ്. അതില്ലാത്തവരോട് അതിനെപ്പറ്റി പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനം ഉണ്ടാവുന്നില്ല. മോഹനേട്ടൻ മൊബൈല് വാങ്ങണ്ട. ദാ ഈ ലാൻഡ് ഫോണും എടുത്ത് കെട്ടിപ്പിടിച്ചോണ്ടിരുന്നു. പിന്നെ ഇത് നമ്മുടെ സർക്കാരിന്റെ ഫോണ്.
ആവശ്യ നേരത്ത് അത് ഉപകരിച്ചില്ല എന്ന് വരും. അപ്പൊ പിന്നെ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഓക്കെ? എന്ത് വിചാരിച്ചാണോ? ഇനി എന്താ ആലോചിച്ചോണ്ടിരിക്കണേ? 9:00 ആവശ്യമെത്തണ്ടേ? വേണം. ആ തഹസിൽദാർ എന്തായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക? എനിക്ക് ഉത്തരവാദിത്തമില്ലെന്നല്ലേ കരുതൂ. ഇതിലിപ്പോ മോഹനേട്ടൻ എന്ത് ഉത്തരവാദിത്വ കുറവാ കാണിച്ചത്? ഫോൺ കേടായത് മോഹനേട്ടൻ കുറ്റം കൊണ്ടാണോ? ഫോണാകുമ്പോ കേടാവും. എന്താ തഹസിൽദാർക്ക് അറിഞ്ഞൂടെ? അറിയാം. എന്നാലും കൃത്യം 8 മണിക്ക് തഹസിൽദാർ വിളിക്കാന്ന് പറഞ്ഞിട്ട് വിളിക്കാതിരുന്നിട്ട് ഞാനൊന്ന് അന്വേഷിക്കുക പോലും ചെയ്യലെന്ന് തഹസിൽദാർ കരുതില്ലേ? മോഹനേട്ടൻ എങ്ങനെ അന്വേഷിക്കാനാ? ഫോൺ കേടല്ലേ? ഫോൺ കേടാണെന്നറിയുമ്പോ വേറെ ഏതെങ്കിലും വഴിക്ക് ഞാൻ അന്വേഷിക്കേണ്ടതല്ലേ എന്ന് തഹസിൽദാർ വിചാരിക്കില്ലേ? വേറെ ഏത് വഴി? അല്ല, വേറെ ഏതെങ്കിലും ഫോണിൽ നിന്ന് അങ്ങോട്ട് വിളിച്ച് അന്വേഷിക്കാത്തത് എന്താ എന്ന് തഹസിൽദാർ വിചാരിക്കില്ലേ? വേറെ ഫോൺ ഇല്ലല്ലോ. നിന്റെ മൊബൈലുണ്ടല്ലോ, അതിൽ നിന്ന് വിളിച്ചു ചോദിക്കാത്ത എന്താന്ന് തഹസിൽദാർ ചോദിച്ചാ ഞാൻ എന്താ മറുപടി പറയും? അയ്യോ, മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് ശരിയല്ലെന്നല്ലേ മോഹനേട്ടന്റെ ആദർശം? അത് തഹസിൽദാർക്ക് അറിയാവുന്ന കാര്യമല്ലേ? ഇത് വലിയ അത്യാവശ്യമുള്ള കാര്യമല്ലേ? കളക്ടർ തഹസിൽദാർ വിളിച്ചിട്ടുണ്ടാവും. അപ്പൊ എന്നെ ഫോണിൽ കിട്ടുന്നില്ല എന്ന് തഹസിൽദാർ കളക്ടറോട് പറഞ്ഞുള്ള അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്ക്. അല്ല, ഇനിയിപ്പോ നിന്റെ ഫോണിൽ നിന്ന് ഞാൻ തഹസിൽദാരെ വിളിക്കുകയാണെങ്കിൽ തന്നെ അത് എന്റെ ആവശ്യത്തിനല്ലല്ലോ, നാടിന്റെ നന്മയ്ക്ക് വേണ്ടിട്ടല്ലേ. അത് കൊള്ളാട്ടാ. അവനൊരു ആവശ്യം വരുമ്പോ ആദർശത്ത് അത്യാവശ്യം വെള്ളമൊക്കെ ചേർക്കാം. എന്നിട്ട് ഒരു ന്യായോ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന്. എന്റെ മോഹനേട്ടാ, ഈ കാലത്ത് ഒരു മൊബൈൽ ഫോൺ ഉണ്ടെന്ന് കരുതി ആകാശം നൊടി വിടാൻ പോകുന്നില്ല. അതെ, മഹാത്മാഗാന്ധി ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഉപയോഗിച്ച മൊബൈൽ ഫോൺ. ഇതറിയാലോ? ഇതാണ് ഡയൽ പാഡ്. നമ്പർ ഡയൽ ചെയ്തോ. ഹലോ സാറേ, ഞാൻ മോഹനകൃഷ്ണ. ഫോൺ കേടായി പോയി. അതിപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്നിട്ട് കളക്ടർ എന്ത് പറഞ്ഞു? അങ്ങനെയാണെങ്കിൽ ഞാൻ കളക്ടറെ അങ്ങോട്ട് വിളിക്കാം. അല്ല, ഇത് ഫാമയുടെ ഫോണാ. അതെ. ഹലോ ഹലോ, എന്താ ഇത് കേൾക്കുന്നില്ല. അത് കട്ടായി പോയി. കളക്ടർ വിളിച്ചിരുന്നു എന്നോട് എന്താ സംസാരിക്കണമെന്ന്. ഞാൻ കളക്ടറെ വിളിക്കാന്ന് പറഞ്ഞപ്പോ ഈ നമ്പർ കളക്ടർ കൊടുത്തോളാം, കളക്ടർ ഇങ്ങോട്ട് വിളിച്ചോളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം ഫോൺ കട്ട് ചെയ്തു. അതിനെന്താ കളക്ടർ വിളിക്കട്ടെ? ഈ കളക്ടർ എപ്പോഴാ വിളിക്കുന്നത് എങ്ങനെ അറിയാൻ പറ്റും? അതുവരെ ഞാൻ ഇവിടെ ഇരിക്കേണ്ടിവരില്ലേ? കളക്ടർ ഉടനെ വിളിക്കുമായിരിക്കും. കളക്ടർക്കൊക്കെ ഭയങ്കര തിരക്കല്ലേ, അതിനിടയിൽ എപ്പോഴാ എന്നെ വിളിക്കുന്നത് എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും? എനിക്കാണെങ്കിൽ 9:30 ഓഫീസിൽ എത്തേ വേണം. ഒരു കാര്യം ചെയ്യും, മോഹനേട്ടൻ ഇറങ്ങിക്കോ. കളക്ടർ വിളിക്കുമ്പോ ഞാൻ പറഞ്ഞോളാം മോഹനേട്ടൻ ആഫീസിലേക്ക് പോയെന്ന്. അപ്പൊ പിന്നെ ആഫീസിലേക്ക് വിളിച്ചോളൂല്ലോ കളക്ടർ. ഞാൻ ആഫീസിൽ എത്തുന്നതിന് മുമ്പേ വിളിച്ചാലോ? അതാണ് കണാവില്ലേ? ഞാൻ ഈ ആഫീസ് എല്ലാം വൈകിയ സ്വയംപ്രഭയും ശിശുപാലനും കാഞ്ചനയൊക്കെ അതൊരു അവസരമാക്കി കിടക്കും. പിന്നീട് അവർ താമസിച്ച് വരുമ്പോ ഞാൻ അവരോട് എന്ത് പറയും? ഒരു കാര്യം ചെയ്യാം, തൽക്കാലം മോഹനേട്ടൻ ഈ ഫോൺ കൊണ്ടുപോകും. എനിക്കിന്ന് കോടതി പോണ്ടല്ലോ. ഇത് മോനോട്ട് വെച്ചോ. ഇനിയിപ്പോ പോകുന്ന വഴിക്ക് കളക്ടർ വല്ലതും വിളിച്ചിട്ടുണ്ടെങ്കിൽ സംസാരിക്കാലോ. ദുരഭിമാനം കളഞ്ഞ പ്രായോഗികമായിട്ടൊന്ന് ചിന്തിക്കാൻ നോക്ക്. ഇതിപ്പോ നമ്മൾ രണ്ടുപേരും മാത്രം അറിയാൻ പോകുന്നുള്ളൂ. ഇത് വെച്ചോ, പിടിക്ക്. മീൻ പിടിക്കാൻ വേണം, കൈ നനയാനും പാടില്ല എന്ന് പറഞ്ഞാൽ അത് നടക്കൂല കേട്ടാ. കൊണ്ടുപോക്കോ. ഫോൺ വന്ന് അറ്റൻഡ് ചെയ്യാൻ അറിയൂ? ഞാൻ പറഞ്ഞുതരാം. ഹലോ, അതെ ഉത്തമനാണ്. ഞാൻ മോഹൻ സാറിന്റെ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.
സാറിനെ കണ്ടിട്ട് വിളിക്കാം. സുശീല ഇത് ധൃതി പിടിച്ചിട്ടൊന്നും ഒരു കാര്യമല്ല. സർക്കാരിന്റെ കാര്യം എന്റെ മുറകെ നടക്കൂ. ഇതെന്താണ് പിള്ളേര് കളിയാ? ആ ശരി 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 ശരി. ആ മോഹനേട് സാറാണല്ലോ. സാറെന്താണ് നേരത്തെ? മണി 9 ആയുള്ളൂ. നമസ്കാരം സാർ. സാർ സാറൊന്ന് വളരെ നേരത്തെ ആണല്ലോ. വില്ലേജ് ഓഫീസിൽ കുറച്ച് ജോലിയുണ്ട്. കാഞ്ചനയും സ്വയംപ്രഭയൊക്കെ 9:30 ആകുമ്പോ ഓഫീസിലെത്തും. ഞാൻ സാറിനെ കാണാൻ വീട്ടിലോട്ട് വരികയായിരുന്നു. നമ്മുടെ തെക്കേടത്തെ സുശീലന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റിന്റെ കാര്യം ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അവര് ബാങ്ക് ലോണൊക്കെ ശരിയായി ഇരിക്കുകയാണ്. കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കൂടെ കൊടുക്കണം. സാറൊന്ന് പെട്ടെന്ന് ശരിയാക്കി തന്നു കഴിഞ്ഞാ. അങ്ങനെ പെട്ടെന്ന് ശരിയാക്കാനൊന്നും പറ്റില്ല. ഇന്നലെയല്ലേ അപേക്ഷ തന്നത്? ഓ ഓ പുതിയ ചട്ടം അനുസരിച്ച് 7 ദിവസത്തിനകം സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതി. ആദ്യം ചെയ്യേണ്ട ജോലി ആദ്യം ചെയ്തിട്ട് സുശീലിന്റെ സർട്ടിഫിക്കറ്റ് തരാം. അയ്യോ സാറേ അങ്ങനെ പറയാ. അങ്ങനെ പറയൂ. ഈ പുതിയ കാറ് വാങ്ങാൻ ലോൺ എടുക്കാനല്ലേ? കാറ് വാങ്ങുന്ന ഒരു അത്യാവശ്യ കാര്യമൊന്നുമല്ലല്ലോ. അതിനേക്കാൾ അത്യാവശ്യമുള്ള കാര്യവുമായി ആളുകൾ വില്ലേജ് ഓഫീസിന് മുന്നിൽ ക്യൂ നിൽപ്പുണ്ട്. അവരുടെ കാര്യം ആദ്യം. അല്ല സാറേ, ഞാൻ 2 ദിവസം നടന്നു പോകുന്നത് കൊണ്ട് ഒന്നും വരാനില്ലെന്ന് സുശീലിനോട് പറഞ്ഞേക്ക്. ഞാൻ എല്ലാ ദിവസവും 4-5 കിലോമീറ്റർ നടന്നാണ് പോകുന്നത്. ഓ ഓ അല്ല അതങ്ങനെ ശരി. ഫോൺ 1 മിനിറ്റ്. പിന്നെ തുറക്ക്. എന്റെ അല്ല. എവിടെ? പിന്നെ ഇതാരെ? ഈശ്വര, സാറിന്റെ കയ്യിൽ മൊബൈൽ ഫോണോ? അത് ഞാൻ സാറ് പുതിയ മൊബൈൽ ഫോൺ വാങ്ങിച്ചാ? സാറ് ഫോൺ എടുക്ക്. ഇത് വാങ്ങട പോണ. കളക്ടർ ഈ ഫോണിൽ വിളിച്ചാൽ നേരത്തെ എടുത്തു വെച്ചിരുന്ന. ഹലോ, ഇത് വക്കീലിന്റെ ഫോണല്ലേ? ആ അതെ അതെ അതെ. ആ വക്കീലൊന്ന് കൊടുക്ക്. അല്ല ഹലോ, എന്താണ് ഒരു താമസം? ഒരു അത്യാവശ്യ കാര്യമാ. യോഹന്നാൻ കോൺട്രാക്ടർ വിളിക്കുന്നു പറഞ്ഞാ മതി. ഞാൻ ഫോൺ കൊടുക്കടോ. ഗുമസ്തന്റെ ജോലി ചെയ്താ മതി. കൊടുക്കാൻ പറ്റില്ല. എന്താ പറ്റാത്ത? എന്താ? എനിക്കിപ്പോ വക്കീലിനോട് സംസാരിക്കണം. ഫോൺ കൊടുക്കടോ ഇഡിയറ്റ്. എനിക്ക് സൗകര്യമില്ല. അഹങ്കാരി. ആരാ സാറെ വിളിച്ചത്? ആരാണെന്താ മര്യാദയില്ല സമയം. കളക്ടറുടെ ഫോൺ വന്നാണെന്ന് കരുതിയാ ഞാൻ ഇതെടുത്ത് ഇതിനകത്ത് വെച്ചത്. ഇതിപ്പോ കുരിശായല്ലോ. അല്ല സാറേ, സാറേ സാറേ നമ്മുടെ സുശീലന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പെട്ടെന്നൊന്ന് ശരിയാക്കി തന്നു. സുശീലിന്റെ കാര്യം നടക്കാൻ സമയമെടുക്കും. 4 ദിവസം കഴിഞ്ഞ് വന്നാൽ മതി. അതിനു മുമ്പ് സുശീലിന്റെ കാര്യമാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞതിനെ ശല്യപ്പെടുത്താൻ വന്ന ആ സർട്ടിഫിക്കറ്റ് ഈ ജന്മത്തിൽ അതും കുളമായി. ഇപ്പൊ സുശീലിന്റെ അടുത്ത് എന്തോന്ന് പറയും? ഹലോ, സുശീല, ഞാനാണേ ഉത്തമൻ. എന്താ പ്രഭേ വലിയ ചിരി? ആരുടെയും മെസ്സേജ് ആണെന്ന് തോന്നുന്നുണ്ടല്ലോ. ആരാണെന്ന് അറിയില്ല കഞ്ഞ സാർ. ഇഷ്ടം പോലെ മെസ്സേജ് വാട്സപ്പിൽ വരുന്നുണ്ട്. ആരാന്ന് ചോദിച്ച് ഞാൻ മെസ്സേജ് അയച്ചിട്ട് മറുപടി വരുന്നതുമില്ല. എന്തായാലും നല്ല രസമുള്ള മെസ്സേജുകളാ, അതാ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ പിന്നെ ഉറക്കം വായിക്കും പ്രഭേ, ഞാനും കൂടെ കേക്കട്ടെ. അത് ശരിയാവൂല. എന്റെ ഫോണിലേക്ക് വരുന്ന മെസ്സേജുകളെ ഞാൻ ഉറക്കം വായിക്കുന്നത് ശരിയാണോ? അപ്പൊ അതിനകത്ത് എന്തോ കാര്യമുണ്ട്. മെസ്സേജ് അയച്ചയാളെ പ്രഭയ്ക്ക് അറിയില്ല എന്ന് പറയുന്നത് വെറുതെ. പ്രൊഫസറെ, കാലം വല്ലാത്തതാ. ഇങ്ങനെ മെസ്സേജ് അയക്കുന്നവരെയും ഫോണിൽ വിളിക്കുന്നവരെയൊക്കെ വളരെ സൂക്ഷിക്കണം. സ്വയംപ്രഭേ, നമസ്കാരം സാർ. നമസ്കാരം. ഇതൊരു വില്ലേജ് ഓഫീസാണ്. കൃത്യമായി ജോലി ചെയ്യാനാണ് സർക്കാർ നിങ്ങൾക്ക് മാസാമാസം ശമ്പളം എണ്ണി തരുന്നത്. അല്ലാതെ മൊബൈൽ നോക്കി സമയം കളയാനല്ല.
ഇനി മേലിൽ മൊബൈലോ അതിനെപ്പറ്റിയുള്ള സംസാരമോ ഇവിടെ ഉണ്ടാകരുത്. സാറ് മൊബൈൽ വാങ്ങിയോ? ഞാനോ? ഇല്ല. പിന്നെന്താ കേക്കുന്നേ? എനിക്കറിഞ്ഞൂടാ. എങ്കി പിന്നെ എടുത്തു നോക്ക് സാറേ, ആ അപ്പൊ അറിയാലോ. ഞാൻ നോക്കിക്കോളാം. ചിലപ്പോ ബാമയുടെ ഫോൺ ഞാൻ അറിയാതെ ഇതിനകത്ത് കയറി ഇരിക്കുന്നതാവും. നിങ്ങൾ നിങ്ങളുടെ ജോലി. ആകെ ഒരു കള്ളത്തരം ഉണ്ടല്ലോ കാഞ്ചന സാറേ. മോനേഷ് സാറിനെ മൊബൈൽ വാങ്ങിച്ചോ? ഹലോ ഹലോ ഹലോ. അടങ്ങി. കളക്ടർ എങ്ങാനായിരിക്കോ? സത്യഭാമയല്ലേ? ഞാനാടോ അശോകൻ. എന്തൊക്കെയുണ്ടോ വിശേഷങ്ങൾ? തന്നോടൊന്ന് സംസാരിച്ചിട്ട് എത്ര ദിവസമായി? താനും തന്നെ വിളിക്കാത്തത്? ഹലോ ഹലോ. അശോകനോ? ആരാ? ഹലോ. നമസ്കാരം സാർ. ഞാൻ ഓഫീസിലേക്ക് പോകുന്ന കയറിയുള്ളൂ. ഈ കളക്ടർ വിളിക്കുന്ന കരുതി ഞാൻ ബാമയുടെ മൊബൈൽ ഫോൺ കൊണ്ടുവന്നേ. പക്ഷെ ഇതുവരെ വിളിച്ചില്ല. അന്വേഷിച്ചോ? ഒരാഴ്ചയോ? അപ്പൊ ഇന്ന് റിപ്പോർട്ട് എഴുതണ്ടല്ലോ സാർ? ശരി സാർ. സാർ വിളിച്ചാൽ അതെ. അവളുടെ ഫോൺ എടുത്തോണ്ട് നാണക്കേടാവുകയും ചെയ്തു. ഇതവൻ തന്നെ. സത്യഭാമേ, ഞാനാടോ അശോകൻ. ഇപ്പൊ എവിടെയാ താൻ? എന്താണോ ഒന്നും മിണ്ടാത്തത്? ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? തന്റെ ശബ്ദം കേൾക്കാതെ ഒരു ദിവസം പോലും എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. ഹലോ ഹലോ ഹലോ. പ്രൊഫസറെ, ഞാൻ വെറുതെ പറഞ്ഞല്ല കേട്ടോ. ഇപ്പോഴത്തെ കാലത്ത് സകലവിധ തട്ടിപ്പുകളും നടക്കുന്നത് മൊബൈൽ ഫോണിൽ കൂടെയാ. നമ്മൾ വളരെ സൂക്ഷിക്കണം. അത്തരം വേലയൊന്നും എന്റെ അടുത്ത് നടക്കില്ല ശിശുപാലൻ ചേട്ടാ. ഏത് കാര്യത്തിലും എനിക്ക് നല്ല ശ്രദ്ധയുണ്ടാവും. ഇത് തന്നെ ആ സുന്ദരേശന്റെ ഭാര്യ ഗീതയും പറഞ്ഞുകൊണ്ടിരുന്നേ. ഗീതയുടെ ഫോണിന്റെ ഉപയോഗം കൂടിക്കൂടി വന്നപ്പോ സുന്ദരേശൻ പറഞ്ഞു ഇത് ശരിയല്ല. അപ്പൊ ഗീത പറഞ്ഞു ഞാനിങ്ങനെ വെറുതെ സമയം കളയാൻ വേണ്ടി ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഒടുവിൽ എന്തായി? ഫോണിൽ വിളിച്ച് പരിചയപ്പെട്ട് പഞ്ചാര അടിച്ച ഒരു മലബാറിയുടെ കൂടെ ഗീത ഒളിച്ചോടി പോയി. ഭർത്താവ് ചിലപ്പോൾ ദേഷ്യപ്പെടുകയോ ഭാര്യയുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാതിരിക്കുകയൊക്കെ ചെയ്യും. ഫോൺ വിളിക്കുന്നവർ അങ്ങനെ വല്ലതാണോ? ചക്കരെ പഞ്ചാര എന്നൊക്കെ വിളിക്കും. നിന്റെ ഏതാഗ്രഹവും ഞാൻ സാധിച്ചു തരുമെന്നൊക്കെ പറയുകയും ചെയ്യും. അതിലെ ഈ പെണ്ണുങ്ങൾ വീഴുകയും ചെയ്യും. ശിശുപാലൻ ചേട്ടൻ പറയുന്നതിൽ കാര്യമുണ്ട്. ഫോൺ വിളിച്ച് പരിചയപ്പെട്ടവരുടെ കൂടെ ഒളിച്ചോടിപ്പോയ എത്രയോ പെണ്ണുങ്ങളുണ്ട്. ഗവൺമെന്റ് കോളേജിലെ അർച്ചന ടീച്ചർ അങ്ങനെ പോയതല്ലേ?
എന്തായാലും കണ്ടുപിടിക്കണം. ഭാമേ! എന്താണ്? ഭാമേ! ആഹാ, മോഹനേട്ടൻ നേരത്തെ ആണല്ലോ. ഇതെന്ത് പറ്റി? ഞാൻ നേരത്തെ ആണോ അല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. എനിക്ക് ചില കാര്യങ്ങൾ അറിയണം. എന്താ മോനേട്ടാ? ഞാൻ ചോദിക്കുന്നതിന് മറുപടിയായി സത്യം മാത്രമേ പറയാവൂ. ഞാനങ്ങനെ ആണല്ലോ. അങ്ങനെയാണ് ഞാനിതുവരെ കരുതിയത്. പക്ഷേ ഇപ്പോ എനിക്ക് ചില സംശയങ്ങളുണ്ട്. ചില രഹസ്യങ്ങളെ ദയവായിട്ട് എനിക്ക് കാണിച്ചു തന്നു. ആര്? ദൈവോ? മൂപ്പർക്കിപ്പോ അതൊക്കെയാണോ പരിപാടി? മൂപ്പരുടെ പരിപാടി എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിനോട് മാറി നിന്നു. എന്താ? അശോകൻ. അശോകനോ? എന്താ അശോകൻ കേട്ടിട്ടില്ലേ? ആ, കേട്ടിട്ടുണ്ട്. അശോക ചക്രവർത്തിയാണോ മോനോട്ട് ഉദ്ദേശിച്ചത്? യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സൈനികരുടെ മൃതദേഹങ്ങൾ കണ്ടപ്പോൾ മാനസാന്തരമുണ്ടായി ബുദ്ധമതം സ്വീകരിച്ച അഹിംസാവാദിയായ അശോക ചക്രവർത്തിയല്ലേ? ആ, എനിക്കറിയാം. ഞാൻ ആ അശോക ചക്രവർത്തിയുടെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ ഏതാ? ആ, സിനിമ അശോകനാ? അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ട. ഉണ്ടക്കണ്ണ്, ഇങ്ങനെയുള്ള ശൈലി ചിരിയല്ലേ ആളുകൊള്ളാടാ. ഞാൻ ചോദിച്ചത് ആ അശോകനെ പറ്റി അല്ല എന്ന് നിനക്കറിയാം. എല്ലാം ഞാൻ അറിഞ്ഞു കഴിഞ്ഞുവെന്നും എനിക്കെല്ലാം മനസ്സിലായി എന്നും നിന്റെ ഈ മുഖം കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കള്ളം പിടിക്കപ്പെട്ടപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനായി ഓരോ വിദ്യ ആലോചിക്കുകയാണെന്നും എനിക്ക് മനസ്സിലായി. പക്ഷേ അതൊന്നും നടക്കില്ല ഭാമേ. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. ഏതാണ് അവൻ? അശോകൻ. അവനെ നിനക്കറിയാം. എല്ലാം തുറന്നു പറഞ്ഞ് മാപ്പ് ചോദിച്ചാൽ ചിലപ്പോ ഞാൻ ക്ഷമിച്ചെന്നിരിക്കും. ഇല്ലെങ്കിൽ ഇത് രണ്ടിലൊന്നറിയും. രണ്ടിലൊന്ന് പറയും. ആരാണവൻ? ആര്? സത്യഭാമയല്ലേ? ഞാനാണോ അശോകൻ? സത്യഭാമ ഇപ്പൊ എവിടെയാ? എന്താടോ താനൊന്നും മിണ്ടാത്തെ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഞാന് ഫോൺ വിളിച്ചത് രാവിലെ വിദ്യാലക്ഷ്മി എന്നെ കാണാൻ വന്നിരുന്നേ. അപ്പൊ അവളുടെ ഫോൺ വാങ്ങി ഞാൻ വിളിച്ചതാ. എന്തിന്? രാവിലെ മോഹനേട്ടൻ പറഞ്ഞു എന്റെ ഒരു അഭ്യാസവും മോഹനേട്ടൻ അടുത്ത് നടക്കൂല എന്ന്. അത് സത്യമാണോന്നറിയാൻ ഒരു പരീക്ഷ നടത്തി നോക്കിയതാ. മോഹനേട്ടൻ ഫോൺ അപ്പൊ ഓഫ് ചെയ്ത് വെച്ചോണ്ട് പിന്നെ വിളിച്ചെനിക്ക് സത്യം പറയാൻ പറ്റില്ല. എന്താ ഇങ്ങനെയൊന്നുമല്ല തമാശ കാണിക്കണത്. ഇതൊന്നും നല്ലതല്ല. മോഹനകൃഷ്ണൻ സാറ് പിന്നെ എന്താണ് കരുതിയത്? അപ്പൊ ഫോണിൽ പറഞ്ഞ പോലെ വല്ലതും ഏതെങ്കിലും ഒരുത്തിന് എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അടുത്ത നിമിഷം അവൻ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കും. എന്നാൽ ഇത്ര തമാശ ഒന്നും വേണ്ട. വേണ്ട. ഐ ലവ് യു. കാലം വല്ലാത്തതാകയാൽ വില്ലേജ് ഓഫീസറെ കുറ്റം പറയാനാവില്ല. വക്കീലിനേക്കാൾ കേമികളായ പെണ്ണുങ്ങൾ വീണുപോയിട്ടുള്ള കുഴിയിൽ വക്കീലും വീണുപോയോ എന്ന് മോഹനകൃഷ്ണൻ പേടിച്ചെങ്കിൽ അതിൽ തെറ്റു പറയാനാവില്ല എന്ന് പറഞ്ഞ് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസ്സാരം. തുടരും.